ദൈവത്തിന് സ്തോത്രം. നമുക്ക് നല്ലൊരു അവസരം ദൈവം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നമുക്കറിയാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യം വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ എത്ര പൈസ കിട്ടുന്നതിനേക്കാളും എത്ര പദവി കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ പദവിയാണ് നമ്മളിപ്പോ കേട്ടതുപോലെ വായിച്ചു കേട്ട 16-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നല്ലൊരു അവകാശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എത്രയും വലിയൊരു പദവി വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒത്തിരി മനുഷ്യരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് ഏതൊക്കെ കുഴികൾ കിടന്നവര് ഏതൊക്കെ പ്രതിസന്ധികളിലൊക്കെ ജീവിച്ച എത്രയോ മനുഷ്യരെ ദൈവം വിടുവിച്ച് തന്റെ പ്രത്യാശ കൊടുത്ത് അവരുടെ ജീവിതം മാറ്റി. ദൈവത്തിന് സ്തോത്രം. അത് എന്ന് പറഞ്ഞാല് അവർക്കൊരിക്കലും കരകയറാൻ വയ്യാത്ത അത്രമാത്രം കുഴികളിലൊക്കെ കിടന്നവരെ ദൈവം വിടുവിച്ചിട്ട് ഈ അനുഭവത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരതെല്ലാം അവരുടെ പഴയതെല്ലാം മാറിയിട്ടൊരു പുതിയ അനുഭവത്തിലേക്ക് വന്ന് നല്ല പ്രത്യാശയോടെ ജീവിക്കുന്ന നല്ല അനുഭവം. ഇത് പണത്തിന് തരാൻ കഴിയത്തില്ല. ഈ പണമൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ചു കാലത്തേക്കൊക്കെ ഉള്ളൂ അതിന്റെ ഒരു സന്തോഷം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഈ മറ്റ് പ്രയാസങ്ങളൊക്കെ നമ്മളെ പിടിച്ച് നമ്മളെ നിരാശരാക്കികളെയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഒരു അനുഭവമാണ് ലോകത്തിലെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. സന്തോഷം. ദൈവത്തിന് സ്തോത്രം. സമാധാനം. കർത്താവ് പറഞ്ഞു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. നമുക്കറിയാം ലോകത്തില് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണ്ണ സമാധാനം എല്ലാം. നദി പോലെ ഒഴുകുന്ന സമാധാനം ദൈവത്തിന്റെ സന്നിധിയിലേ ഉള്ളൂ. അത് വേറെ ഒരിടത്തുമില്ല. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ ദരിദ്രനായിട്ട് പോയാലും അവന് ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ അവൻ സമ്പന്നനാന്നാ ഞാൻ പറയുന്നത്. ദൈവ വിഷയമായിട്ട് കിട്ടുന്ന സമ്പന്നതയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഇല്ലെങ്കിൽ അവന് ഒന്നുമില്ലാത്തവനാണെന്ന് നമുക്ക് കരുതാൻ പറ്റും. എത്ര പണക്കാരനാണെങ്കിലും നമുക്കറിയാമല്ലോ, ദൈവജനത്തിൽ ഒരു ധനവാനെ കുറിച്ച് കാണുന്നത്, അവന് ഇഷ്ടംപോലെ പണം ഉണ്ടായി. ആമേൻ. അവൻ പറഞ്ഞു, നമുക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കളപ്പുരകളൊക്കെ വർദ്ധിപ്പിക്കാം, ഏറിയ കാലത്തേക്ക് നമുക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ അവനെ ദൈവം വിളിച്ച് മൂടാൻ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് എടുത്താൽ നീ ഉണ്ടാക്കിയൊക്കെ ആരനുഭവിക്കും. അപ്പം ദൈവമായി ഇതൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ദൈവമാണ്. ഓരോരുത്തരുടെ ഹൃദയ വിചാരങ്ങളെയൊക്കെ അറിഞ്ഞ് ആ ദൈവമാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ദൈവം ആര് ജീവിക്കണം, ആരെങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനം അത്. കാരണം ഉടയവൻ ദൈവമാണല്ലോ. അത് തിരിച്ചറിയാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കർത്താവിന്റെ മക്കളായി താന്റെ വചനത്തെ സ്നേഹിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ എത്ര അനുഗ്രഹം ഒരു ജീവിതം എന്ന് പറയുന്നു. ഞാൻ വേഗത്തിൽ നിർത്തിക്കൊള്ളാം. നമുക്ക് 32-ാം സങ്കീർത്തനം വായിച്ചു കേട്ടല്ലോ. അതിന്റെ 1-2 വാക്യങ്ങള് അതിൽ നിന്നൊരു ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും ദൈവത്തിന്റെ വചനത്തിൽ ഒരുപാട് ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒത്തിരി ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഭാഗ്യം എന്ന് പറയുമ്പോൾ ഭാഗ്യവാൻ 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 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ദൈവത്തിന് എവിടെങ്കിലും ചെന്നാൽ ഇപ്പൊ ഇത്ര കോടി അടിക്കും, അവൻ ഭാഗ്യവാനായി തീരും, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നത്. അതൊന്നും ഭാഗ്യമല്ല. വാസ്തവത്തിൽ അതൊന്നും അല്ല ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതുപോലെ ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ആമേൻ. അതുപോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഉപദ്രവം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ നാമത്തിൽ ഉപദ്രവം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗ്യാവസ്ഥകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. യഥാർത്ഥ ഭാഗ്യം അതൊക്കെയാണ് ഇവിടെ പറയുന്ന ഭാഗ്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ലഭിക്കുക എന്നുള്ളത് ഫ്രീ ആകുന്ന അനുഭവം. കർത്താവിന്റെ വചനം പറയുന്ന ഈ പാപത്തിനൊക്കെ അതിൻ്റെതായ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന് സ്തോത്രം.
നമുക്കറിയാം ഓരോ പാപത്തിനും അതിൻ്റെതായ ഒരു പരിണിത ഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് പാപം ചെയ്താലും അതിന്റെയൊക്കെ ഒരു പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അത് ആ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഓരോ മരണങ്ങളിൽ നമ്മളെ ദൈവം അങ്ങ് വിടുവിക്കുക. ദൈവത്തിന് സ്തോത്രം. ലംഘനം ക്ഷമിച്ചു കിട്ടുക, പാപം മറച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് പഴയ നിയമത്തിലെ കാര്യമാണ്. നമ്മളെ ഒരു വിശുദ്ധീകരിക്കുക, ദൈവം അങ്ങ് നീതീകരിക്കുക നമ്മളെ. ദൈവത്തിന് സ്തോത്രം. ദൈവം കുറ്റമില്ലാത്തതായിട്ട് നമ്മളെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു, അവൻ നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തന് നീതിമാനുമാണ്. നമ്മുടെ പാപങ്ങളെ ലംഘനം മറയ്ക്കുന്നതിന് ശോഭമില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണയുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. പിന്നെ നമുക്ക് ആ വിശുദ്ധീകരണത്തിൽ ജീവിക്കാനുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഒരു വിശുദ്ധനായി കർത്താവ് നമ്മളെ നീതീകരിക്കുക, നമ്മളെ വിശുദ്ധീകരിക്കുക. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങളെയും അങ്ങ് ക്ഷമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ സ്നാനപ്പെടുമ്പോൾ ഈ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ നമ്മളങ്ങ് പഴയ മനുഷ്യനെ കുഴിച്ചിടുക. ആമേൻ. ആ വെള്ളത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുക, പുതിയ മനുഷ്യനായി തീരുക. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ പാപങ്ങളെല്ലാം ദൈവം കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മൾ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ജീവിതത്തില് ഒരു പുതിയ മനുഷ്യൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ. പഴയത് കഴിഞ്ഞുപോയി. പഴയ എല്ലാ അവസ്ഥകളും, പഴയ ചിന്ത, പഴയ ആഗ്രഹങ്ങള് ഇതെല്ലാം അങ്ങ് മാറിയിട്ട് ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച് ഒരു പുതിയ മനുഷ്യനായി തീരുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ ദൈവമായിട്ടുള്ള ദൈവമകൻ, അതാ ഞാൻ പറഞ്ഞത്, കാണുവിൻ ദൈവമക്കൾ എന്ന് നമ്മള് പണ്ട് പിശാചിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാൻ അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ദൈവിക സൗഭാഗ്യം നമുക്ക് തരാൻ. സ്വർഗത്തിൽ കർത്താവരോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർക്കും. അതെല്ലാം നമുക്ക് സുവിശേഷത്തിൽ നിന്ന് വായിച്ചറിയാൻ കഴിയുന്ന കാതലായ സത്യങ്ങളാണ്. അതിനായിട്ട് അതൊരു വിശ്വാസത്താൽ നമ്മൾ ഇന്ന് കാണുകയും ഒരു ദിവസം അത് സംഭവിക്കും. അന്ന് നമ്മൾ ഒരുങ്ങിയിരുന്ന ഒരു കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുമല്ലോ. അതിനായിട്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അപ്പൊ എന്നും നമ്മള് പാപം വിട്ടൊഴിഞ്ഞ ഒരു ജീവിതത്തിലാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയാൽ പിന്നെ നമ്മളെ സൂക്ഷിക്കുക. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്. കർത്താവിൽ ജനിച്ചവനൊക്കെ അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു പാപവും നമ്മൾ പിന്നെ ആ പാപം നമ്മളെ കർത്തൃത്വം നടത്തുന്ന അനുഭവത്തിൽ നമ്മൾ ഒരിക്കലും പോകരുത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നല്ലൊരു പുതിയ മനുഷ്യനായി നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, എനിക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ധാരാളം കൃപ കർത്താവ് തരും. കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളെ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന ആ റോമാലേഖനം 6-ാം അധ്യായത്തിന് മുമ്പ് വായിക്കുന്നു. കൃപയ്ക്ക് അധീനമാണ്. ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, എനിക്ക് പാപത്തിന്റെ ചിന്ത വേണ്ട, പാപത്തിന്റെ ആഗ്രഹങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. പാപം ഇങ്ങനെ മനുഷ്യനെ പാപജഡമാ. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ അകത്ത് ഒത്തിരി പാപത്തിൽ ജനിച്ച ജഡമാ. അതുകൊണ്ട് ഇതിന്റെ ഒരു തിരതൽ എപ്പോഴും നമ്മുടെ മേലുണ്ടാകും. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ദൈവിക വിശ്വാസവും ദൈവിക കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പാപത്തെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. ഏത് പാപം. എന്റെ ഒരു ഉദാഹരണം പറയാം. ഞാന് ബീഡി വലിക്കുന്ന ഒരാളായിരുന്നു. ഈ ചെറുപ്പത്തിലെ ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ബീഡി വലിക്കുമായിരുന്നു. ബീഡി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിനെ സംബന്ധിച്ച്, ഒരു കൊച്ചിനെ സംബന്ധിച്ച് അവന് എത്ര വയസ്സുണ്ട്? 8, 5, 13 വയസ്സുള്ളപ്പം ഞാൻ ആ ബീഡി തെറുക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ പഠിക്കാൻ പോയി താമസിച്ചത്. പഠിക്കാനായിട്ട് ഇച്ചിരി ദൂരമായി ഞാൻ പോയത്. അപ്പൊ അവിടെ ഉള്ളൊരു വീട്ടിൽ ഇങ്ങനെ ഒരു മുറി കിട്ടി. ഞാനും നമ്മുടെ രാജുവച്ചൻ എന്ന് പറയുന്ന അച്ഛനും ഉണ്ടായിരുന്നു. പുള്ളി ചെറുതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ താമസിക്കുന്നത്. അപ്പം ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഈ ബീഡി ഇലയെല്ലാം കൂടെ പിറക്കിക്കൊണ്ട് വന്നിട്ട് തീ കത്തിക്കാനാണ്
അവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഈ പുകയൊക്കെ വിടുന്നത് കണ്ടിട്ട് ഞങ്ങൾ അതിങ്ങനെ തീർത്തിട്ട് തീ കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് വലിക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഇതിന്റെ സുഖമൊന്നും അറിയത്തില്ല, ചുമ്മാ അത് ചുമക്കുകയുള്ളായിരുന്നു. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ കയറി. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ മലവഴി നടന്നാ വരുന്ന വീട്ടിലോട്ട്. ഒത്തിരി നടക്കണം. അപ്പൊ അന്ന് വണ്ടി സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ അവിടുന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ മലയിലിരുന്ന് ഞങ്ങൾ അത് ചുമ്മാതെ വലിച്ചു തീർക്കും. ഭയങ്കര ചുമച്ചാ വലിക്കുന്നത്. പക്ഷേ ഞാൻ രക്ഷയുടെ അനുഭൂതി വന്നതിന് ശേഷം പിന്നെയും ആ സ്വഭാവം ഞാൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആവർത്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വാസ്തവം പറഞ്ഞാല് ഞാൻ ബീഡി വലിച്ചേച്ച് ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കർത്താവ്, എനിക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടണം. കാരണം പാപത്തിന് നമ്മുടെ മേല് ഇങ്ങനെ സ്വാധീനമുണ്ട്. നമ്മളത് വിട്ടുപോകത്തില്ല. അത് നമ്മൾ ഇങ്ങോട്ട് മേടിച്ചതാ. അത് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങോട്ട് മേടിച്ചതാ. അതുകൊണ്ട് അവൻ അങ്ങനെ വിട്ടുപോകത്തൊന്നുമില്ല. അപ്പം ഞാൻ ആകുന്നത് നോക്കി എങ്ങനെയും കുറയ്ക്കാനായിട്ട് നോക്കി ബീഡി 10 ബീഡി അല്ല 25 ബീഡി അവർ കെട്ട്. അത് വലിക്കുന്നിടത്ത് ഒരു 15 ആക്കി, 10 ആക്കി, 5 ആക്കി, 2 ആക്കി, 1 ആക്കി. അങ്ങനെ ഒക്കെ ഞാൻ നോക്കി. എന്നെ കൊണ്ട് കഴിയാത്ത അനുഭവത്തിൽ ഇതെന്നെ അങ്ങ് സ്വാധീനിക്കായിരുന്നു. അവിടുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കിതിനെ കൊണ്ട് കഴിയത്തില്ല. പിന്നെയും കുറച്ചു കൊണ്ടുവന്ന് വെച്ച് പിന്നെയും കൂടുതലിലേക്ക് ഞാൻ അങ്ങ് പോകും. അങ്ങനെ വന്നിട്ട് ഞാൻ അവസാനം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, എന്നെ കൊണ്ട് ഒക്കത്തില്ല, പക്ഷെ എനിക്കിതിൽ നിന്ന് വിടുതൽ തന്നേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ദൈവത്തോട് കർശനമായിട്ട് പറഞ്ഞു. എനിക്കിതിൽ നിന്ന് മോചനം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഒരു ഉച്ചവരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിലായി, എനിക്ക് പിന്നെ ആസക്തി എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആസക്തി എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ സ്വതന്ത്രനായി. കാരണം എനിക്ക് മനസ്സിലായി, എന്നെ മോചിപ്പിച്ച ദൈവമാണ്. ഇത് അതുകൊണ്ട് ആ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളെ ദൈവകൃപയ്ക്ക് അധീനമായി നമ്മൾ ജീവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതെന്നെ വിട്ടുപോയി. അതിൽ പിന്നെ ഞാൻ വലിച്ചിട്ടേ ഇല്ല. ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പലപ്പോഴും ഇതിനെ എതിർത്ത് നോക്കി, പക്ഷെ പറ്റിയില്ല. എന്നാൽ കർത്താവ് അത് സാധിപ്പിച്ചു തരും. നമുക്ക് ഏത് പാപത്തിൽ നിന്നും, എത്ര വലിയ പാപമായിരുന്നാലും എത്ര ചെറിയ പാപമായിരുന്നു, ഏത് പാപത്തിൽ നമ്മളെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആ കർത്താവിന്റെ ആ പാദപീഠത്തിലോട്ട് ചെന്നിട്ട്, കർത്താവ് എന്നെ സഹായിക്കണേ. അതാ കർത്താവ് നമ്മൾ ഏറ്റുപറയുന്ന ആ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തൊക്കണം. വിശ്വസ്തനും നീതിമാനുമാ കർത്താവ് അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാപത്തിൽ ജീവിച്ചാൽ പാപത്തിൽ മരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം നമുക്ക് അവിടെ ദൈവത്തിന്റെ സന്നിധി നമുക്ക് ചെല്ലാനായിട്ട് കഴിയത്തേയില്ല. എന്നാൽ ലംഘനം ക്ഷമിച്ചു കിട്ടുക. ഇവിടെ പറയുന്നത്, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. താഴോട്ട് പറയും, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയെന്ന. ഞാനിത് ഏറ്റുപറയാതിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങളെല്ലാം എന്നെ ഇങ്ങോട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അതുപോലെ രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്ത് ഉഷ്ണത്താൽ എന്നപോലെ പറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മള് ഇത് ഏറ്റുപറയാതിരിക്കുന്നിടത്തോളം കാലം ഇത് നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട് ആ സമാധാനമില്ല. ഈ ശരിക്കും പറഞ്ഞ നമ്മുടെ പാപമാണ് നമ്മുടെ ഈ ദുഃഖത്തിനെല്ലാം കാരണം. ദൈവത്തോട് ഏറ്റുപറയുക. എന്താണ് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് പാപങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ. എന്തെങ്കിലും ഒക്കെ നമ്മളെ ഇങ്ങനെ സമാധാനം കെടുത്തുന്നതും സന്തോഷം കെടുത്തുന്നതും ആയിട്ടുള്ള ദൈവത്തിന് സ്തോത്രം അനുഭവങ്ങൾ ഒത്തിരി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കർത്താവിന് ഏറ്റുപറയുമ്പോ അതങ്ങ് നമ്മളോട് ക്ഷമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. സമയം കൂടുതൽ എടുക്കുന്നു എനിക്കറിയത്തില്ല. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ച് ഒരു വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ കൊച്ച് ഒരു ദിവസം അവിടെ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നു. ആ കൊച്ച് ഇങ്ങനെ ഒരു ദിവസം ഒരു കല്ലെടുത്തിട്ട് ഒരു കോഴിക്കിട്ട് എറിഞ്ഞു. ആ കോഴി അങ്ങ് ചത്തുപോയി. കോഴി ചത്തുപോയി കഴിഞ്ഞപ്പം
അതിന്റെ ആ വേലക്കാരത്തി പറഞ്ഞു, ഇത് ഞാൻ നിന്റെ പപ്പായോടും മമ്മിയോടും പറയും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അങ്ങ് ഭയങ്കര പേടിയോടെ ഈ കൊച്ചിങ്ങനെ ഭയങ്കര ഭയത്തില് എന്റെ കീഴിലായി. അങ്ങനെ ഈ അവിടെ വേലക്കാരത്തി ഈ കൊച്ചിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് മുതൽ അവള് പറയുന്ന എല്ലാം ചെയ്യണം. അവൾ വീട്ടിലെ ഒത്തിരി കാര്യങ്ങളെ അവളെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ഈ കൊച്ചു അങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങി. ഒരുപാട് ദിവസം ഇങ്ങനെ ഈ ടോർച്ചറിന്റെ അകത്തായത് കൊണ്ട് അവളങ്ങ് മനപ്രയാസത്തിൽ ക്ഷീണിക്കാൻ തുടങ്ങി. ഒത്തിരി കഴിഞ്ഞപ്പോ ഈ അപ്പനും അമ്മയും ഇവളെ കുറിച്ച് ആകെപ്പാടെ ദുഃഖിക്കാൻ തുടങ്ങി. ഈ കൊച്ചിനെ കുറിച്ച് ദുഃഖിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കൊച്ചിങ്ങനെ ക്ഷീണിക്കുന്നതിന്റെ എന്നാ കാര്യം? എന്ത് പറഞ്ഞാൽ ഈ കൊച്ചു പറയത്തില്ല. പറഞ്ഞാൽ ഞാൻ അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവസാനം ഒരു ഗത്യന്തരവും ഇല്ലാതെ അവസാനം ഈ അപ്പനും അമ്മയും അവളോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കി. അവളെ ഈ കൊച്ച് ഇതിനെ കൊന്നത് ഇവളാണെന്ന് അവളങ്ങ് പറഞ്ഞു. ഞാൻ അമ്മയെ പപ്പായും മമ്മിയോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞു. എന്റെ മോളെ, അതിനെന്താ നീ ഇത്ര വിഷമിച്ചത് എന്ന് പറഞ്ഞ് അന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അങ്ങ് ഫ്രീ ആയി. അന്ന് മുതൽ അവളുടെ ആ ടോർച്ചർ നിന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഇതുപോലെ പിശാചി നമ്മളെ ഇട്ട് പ്രയാസപ്പെടുത്തുന്നത്. ഇവിടെ പറയുന്നത്, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുന്നു ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതുപോലെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവ് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാണ്. മനഃപൂർവ്വമായിട്ട് കർത്താവെ, നമുക്ക് നരകത്തിൽ പോകുന്നതാണ് നമുക്കിഷ്ടം. നമ്മൾ ഈ പാപങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞാൽ നമ്മുടെ ഏത് പാപവും ക്ഷമിച്ചു തരാൻ ദൈവം ക്ഷമിക്കാൻ തയ്യാറുള്ളവന്. കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ നമ്മുടെ മധ്യസ്ഥനും മഹാവിരോധനുമായിട്ട് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ നീതിമാനായ ഒരു കാര്യസ്ഥൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ പാപങ്ങളെ അവനോട് അറിയിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് അന്നേരം പൂർണ്ണമായിട്ടുള്ള വിടുതൽ തരിക, ഫ്രീ ആകുക, നമ്മളെ സ്വതന്ത്രനാക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ ഒരു പരസ്യ സ്ഥലത്ത് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാനന്ന് ഈ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തില് എനിക്കിതൊന്നും അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാനൊരു ധ്യാനത്തിൽ പോയി 5 ദിവസം ഞാൻ അവിടെ ഇരുന്നു. എന്നാൽ ആ ദൈവത്തിന്റെ വചനം എന്നെ ഞാനൊരു പാപിയാണെന്ന് അന്നാ എനിക്ക് മനസ്സിലാകും. ഏകസത്യതയും യേശുക്രിസ്തു മുഖാന്തരമാണെന്ന് ആ പിതാപുത്ര പരിശുദ്ധാത്മാവാണെന്ന് അന്നാ എനിക്ക് മനസ്സിലായത്. ഞാൻ അന്ന് എന്റെ പാപത്തെ ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. എനിക്കറിയാം, ഞാനത് ഏറ്റുപറയുമ്പോൾ പരസ്യമായിട്ടാണ് ഞാൻ എന്റെ പാപത്തെ എന്റെ ഒരു നാണം കെട്ട പാവങ്ങളെ എല്ലാം ഞാൻ പരസ്യമായിട്ട് അവിടെ ഏറ്റുപറഞ്ഞു. എനിക്കറിയാം, ഞാൻ വിറച്ചോണ്ട് ആ കാര്യങ്ങൾ. അതുവരെ ഞാൻ ഭയങ്കര ഭീരുവായിരുന്നു, ഭയങ്കര അടിമത്തിന്റെ കീഴിലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുന്ന് അന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ വരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം, വലിയ സമാധാനം. ആ നിമിഷം തന്നെ ഞാൻ യേശുവിനെ ആർക്ക് വേണമെന്ന് കൈപൊക്കാൻ പറഞ്ഞത് ഞാൻ എന്റെ കൈപൊക്കി. മനസ്സിലായോ? ഇത് നമ്മളുടെ ഉള്ളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ സ്വർഗത്തിൽ അത് അംഗീകരിച്ചു. എനിക്ക് ഭയങ്കര പ്രിയാകാൻ ദൈവം എന്നെ സഹായിച്ചു. എന്റെ സ്വന്തം അനുഭവത്തിൽ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ദൈവത്തിന്റെ പൈതലാ, എനിക്കിനി പാപം ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷവും ഈ വീഡിയോ വലിയൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ വലി എന്ന് പറഞ്ഞാൽ അത് ഞാൻ അന്ന് ഏറ്റു പറഞ്ഞില്ല. പക്ഷേ അത് എന്റെ ഉള്ളിൽ ഇങ്ങനെ അത് എനിക്കൊരു ചെറിയൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമായിരുന്നുകൊണ്ടാണ് ഞാനതിനെ വിട്ടുകളയാൻ. പക്ഷെ അതും എന്നെ പ്രയാസപ്പെടുത്തിയപ്പോഴാണ് ഞാൻ അത് ഏറ്റു പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ആ ദൈവമക്കളാകാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ഏറ്റു പറഞ്ഞാൽ മതി. നമ്മൾ കാളയോ ആട്ടുകെട്ടിനെയോ ഒന്നും കൊണ്ട് യാഗമൊന്നും കഴിക്കണ്ടല്ലോ. നമുക്ക് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. എത്ര നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, ഹൃദയംഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അതുകൊണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിച്ച് നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ അവൻ ശക്തനായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇത് ഏറ്റു പറഞ്ഞാൽ മതി. യേശു നമ്മുടെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുകയും നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്ത് കഴുകൽ പ്രാപിച്ചാൽ നമ്മൾ സ്വതന്ത്രരാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര സന്തോഷം. ഞാൻ എന്റെ പാപത്തെ ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നിത്യമായ അതിനു മുമ്പേ പറയുന്നത്, നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ
രാഗം ക്ഷയിച്ചു പോയി. രാഗം പോയാലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായി. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നപോലെ പറ്റിപ്പോയി. ഞാൻ എന്റെ പാപങ്ങളെ നിന്നോട് അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക്. വലിയ സന്തോഷമല്ലേ ദൈവത്തിന്. ആമേ. ദൈവം നമ്മുടെ കർത്താവാകുക, യേശു നമ്മുടെ കർത്താവാകുക, യേശു നമ്മളുടെ മുഴുവൻ കർത്താവ് പറഞ്ഞ എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാണ്. അധ്വാനിക്കുന്ന ഒരു ഭാരം നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവിക സമാധാനം വേറെ എവിടെ കിട്ടാനാണ് നമുക്കിത്? ലോകത്തിൽ നെട്ടോട്ട് ഓടുക, സിനിമാശാലോട്ട് ആളുകളെ കൊണ്ട് നിറയുന്നു. സർക്കസിന്റെ അവിടെ ചെന്ന് അവിടെ ആളുകള് എവിടെ സമാധാനം കിട്ടുമെന്ന്, എവിടെ സന്തോഷം കിട്ടുമെന്നും കണ്ട മനുഷ്യനിങ്ങനെ ഓടിപ്പോകുന്നു. സമാധാനം കിട്ടുന്ന ഒരേ ഒരിടം കർത്താവിന്റെ സന്നിധി. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ എങ്ങും പോകണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരു സിനിമാശാലയിലും പോകണ്ട, ഒരു ടൂറിനും പോകണ്ട. ദൈവത്തിന് സ്തോത്രം. പൈസ ഒന്നും ചെലവഴിക്കണ്ട. കർത്താവിന്റെ സഭയില് നമ്മൾ ഇരിക്കുന്നെങ്കിൽ ഇങ്ങനെയാണോ? ഹായ് മോളെ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സഭയില് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. വിഭാഗത്തിൽ നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വലിയൊരു ഭാഗ്യം നമുക്ക് നഷ്ടപ്പെടുത്താതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.